ഇന്ന് ഞങ്ങൾ കുട്ടനാട്ടിലേക്കൊരു യാത്ര നടത്തി. വളരെ ചെറിയൊരു യാത്രയാണ്. നമുക്കൊരുപാട് ദൂരമൊന്നുമില്ല കുട്ടനാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒരു 1-1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഉള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏകദേശം കുട്ടനാടെത്തി. ഞങ്ങൾ കുട്ടനാട്ടിൽ നമ്മുടെ ഗരുഡാഗിരി ഷാപ്പിലേക്കാണ് പോയത്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരെണ്ണം എഴുതി വെച്ചിരുന്നതാണ് നമുക്ക് പോയി ഷാപ്പിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണമെന്നുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും ഞാനും ചേട്ടനും മക്കളും പിന്നെ ചേച്ചി നാത്തൂനും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത്. ഇതിനു മുമ്പ് ഞങ്ങളൊരു പ്രാവശ്യം പോയിട്ടുണ്ട് ഗരുഡാഗിരിയിൽ. ഒരു പ്രാവശ്യം നമ്മൾ ഒരു ദിവസം ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 വർഷം മുന്നേ ഉള്ള ഒരു യാത്രയിൽ ആണങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഈ ഷാപ്പിൽ തന്നെയാണ് വന്നിട്ട് ഫുഡ് കഴിച്ചത്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ആ ഷാപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഫുഡ് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വരാനുള്ള ഒരു കാരണം. അപ്പോൾ അവിടെ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കും. ആരോ വരച്ച ചിത്രങ്ങളാണ് ആ ഷാപ്പിൻ്റെ മുമ്പിലൊക്കെ ആയിട്ട്. പിന്നെ നല്ല സീറ്റിങ്സൊക്കെയാണ്. ഫുഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫുഡൊന്നും അങ്ങനെ വാങ്ങിയില്ല. അപ്പോൾ ചേച്ചിക്ക് വന്നപ്പോഴേ പറഞ്ഞു ഒരു ഊണ് മതിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ചേച്ചിക്ക് ഊണ് വാങ്ങി. ഊണിൻ്റെ കൂടെ പല കറികൾ, തൊടുകറികൾ, തോരൻ, അവിയൽ, സാമ്പാർ, ചിക്കൻ കറി, ഫിഷ് കറി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കക്ഷി ഞാനിരുന്ന സൈഡിലല്ല ഇരുന്നത്. അത് കാരണം എനിക്ക് ഊണ് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വാങ്ങിയത് പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ അപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ തലക്കറി വാങ്ങി, പിന്നെ ഒരു ബീഫ് കറി വാങ്ങി, കക്ക ഫ്രൈ വാങ്ങി, പിന്നെ ഒരു പൊടിമീൻ ഫ്രൈ വാങ്ങിയിരുന്നു. അത് പിന്നീടാണ് പറഞ്ഞത്. പൊടിമീൻ ഫ്രൈ വാങ്ങി. പിന്നെ നമ്മുടെ മക്കൾക്ക് കരിമീൻ പൊള്ളിച്ചത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കരിമീൻ പൊള്ളിച്ചത് വാങ്ങി. പിന്നെ ഷാപ്പിലല്ലേ വന്നത്, അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണല്ലോ കള്ള്. അപ്പോൾ അതും വാങ്ങി. എന്നിട്ട് കഴിച്ചു. എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ആഹാരമൊക്കെ. മക്കളുടെ നിർബന്ധത്തിനാണ് ഇത് കരിമീൻ പൊള്ളിച്ചത് വാങ്ങിയത്. പക്ഷെ അവർക്ക് ഈ പൊള്ളിച്ചത് കണ്ടപ്പോൾ അത് വേണ്ട. അവരുദ്ദേശിച്ച സാധനം ഇതല്ല എന്ന് പറഞ്ഞു. അവർക്ക് ഫ്രൈ ആയിരുന്നു വേണ്ടുന്നത്. പിന്നെ അത് ചേട്ടനും എല്ലാവരും കൂടെ ഒക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. എന്തായാലും നല്ല ഫുഡായിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. നമ്മുടെ മനസ്സ് നിറഞ്ഞു. എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്ത് ആഹാരമൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോന്നു.